respected dignitaries on the dais, Dr. Arun Lal, Ms. Shahina, Father Augustine, Father John, Father Matthew, Mr. Abhilash, Ranjini Miss, and one and only Charu, and my dear students. Good morning to all of you. Appreciated. നിങ്ങൾ ജനിച്ചു, നിങ്ങൾ മരിച്ചു, അതിരിക്കട്ടെ. ഇതിനിടയിൽ നിങ്ങൾ ചെയ്ത അത്ഭുതം എന്ത് എന്ന് TV കൊച്ചുബാബയുടെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്. കൊച്ചുബാബയുടെ മകൻ നബീൽ ഈ സ്കൂളിലെ സ്റ്റുഡൻ്റായിരുന്നു. അവന് അച്ഛൻ്റെ പുസ്തകങ്ങൾ മുഴുവനും ഈ സ്കൂളിൽ നിന്ന് TC എടുത്ത് പോയപ്പോൾ, +2 കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് കൊണ്ടു തന്നു. അതിൽ നിന്ന് ഒരു കഥയിൽ നിന്നാണ് ഈ വാക്ക് ഞാൻ വായിച്ചെടുത്തത്. നിങ്ങൾ ജനിച്ചു, നിങ്ങൾ മരിച്ചു, അതിരിക്കട്ടെ. അതിനിടയിൽ നിങ്ങൾ ചെയ്ത അത്ഭുതം എന്താണ്? ഓരോ കുഞ്ഞുങ്ങളും ഓരോ അത്ഭുതമാണ്. ഓരോ കുഞ്ഞുങ്ങളും ഓരോ പാഠപുസ്തകവുമാണ്. ഈ പാഠപുസ്തകം ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ മുൻപിലേട്ടെത്തും. ഈ അത്ഭുതങ്ങളെ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ് ജീവിതം. ചാരു ഏതാനും നാളുകളായിട്ട് ഇങ്ങനെ ഒരു അത്ഭുതമായിട്ട് മാറുകയാണ്. അത്ഭുതങ്ങളെ കണ്ടെത്തുകയാണ്. ബ്രൂസ് ഓൾമൈറ്റി എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമുണ്ട്. അതിലെ കഥാനായകനായ ബ്രൂസിന് ഒരു പരാതിയുണ്ട് എന്നും ദൈവത്തോട്. ഗോഡ് ഈസ് ഓൾവേസ് അൺഫെയർ ടു മീ. ദൈവം എന്നോട് വേണ്ടത്ര നീതി കാണിക്കുന്നില്ല. ഐ എം ഗുഡ് ഇനഫ് ടു ഗെറ്റ് എ ബെറ്റർ ജോബ്. ഐ എം ഗുഡ് ഇനഫ് ടു ലിവ് എ ബെറ്റർ ലൈഫ്. ബട്ട് സംഹൗ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. എനിക്ക് എൻ്റെ കഴിവനുസരിച്ച്, എൻ്റെ സാഹചര്യമനുസരിച്ച് വേണ്ട രീതിയിൽ ദൈവം നന്മ ചെയ്തിട്ടില്ല, എന്നോട് പ്രവർത്തിച്ചിട്ടില്ല. ഈ സിനിമയുടെ അവസാനം ദൈവം ബ്രൂസിൻ്റെ പക്കലെത്തുന്നുണ്ട്. എന്നിട്ട് ബ്രൂസിനോട് ചോദിക്കുന്നുണ്ട്, ബ്രൂസ്, വാട്ട് ഈസ് എ മിറക്കിൾ? അത്ഭുതം എന്താ? എന്നിട്ട് പറയുന്നുണ്ട്, ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരന് തിരികെ വരുമ്പോൾ ദാറ്റ് ഈസ് എ മിറക്കിൾ. പകല് മുഴുവനും അധ്വാനിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് വിധവയായ ഒരു സ്ത്രീ കഷ്ടപ്പെടുമ്പോൾ ദാറ്റ് ഈസ് എ മിറക്കിൾ. വാർദ്ധക്യം കൊണ്ട് കൂന് പിടിച്ചു പോയ ഒരു മനുഷ്യനെ റോഡ് കുറുകെ കടക്കാനായിട്ട് ഒരു കുഞ്ഞ് സഹായിക്കുമ്പോൾ ദാറ്റ് ഈസ് എ മിറക്കിൾ. സ്വപ്നങ്ങളും തൊഴിലുമൊക്കെ നഷ്ടപ്പെട്ട് തകർന്നു പോയി ഒറ്റയ്ക്കായി പോയ ഒരുവനെ ജീവിതം തിരികെ പിടിക്കാൻ പഠിപ്പിക്കുമ്പോൾ അതൊരു അത്ഭുതം. അതുകൊണ്ട് അത്ഭുതങ്ങൾക്ക് വേണ്ടി നീ അന്വേഷിക്കേണ്ട, ബി എ മിറക്കിൾ. നീ ഒരു അത്ഭുതമായിട്ട് മാറും. അങ്ങനെ അത്ഭുതമായിട്ട് മാറുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്ഭുതങ്ങൾക്കും അസാമാന്യ കാര്യങ്ങൾക്കും അസാധാരണമായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഡു നോട്ട് ഗോ ഇൻ സെർച്ച് ഓഫ് എ മിറക്കിൾ, ബട്ട് ബി എ മിറക്കിൾ. യു ഹാവ് ദ കപ്പാസിറ്റി ടു ബിക്കം എ മിറക്കിൾ. അത്ഭുതമാകാനുള്ള കഴിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. കഥകൾ, നോവലുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ചുറ്റും നമ്മുടെ എന്തുമാത്രം കഥകളാണുള്ളത്. ഈ കഥകളെ കണ്ടെത്തുന്നതാണ് അത്ഭുതം. കഥകളൊന്നും നമ്മൾ തേടി ചെല്ലുന്നതല്ല, അതൊക്കെ നമ്മളെ തേടി വരുന്നതാണ്. ക്വാറന്റൈനും ഗ്രാൻഡ് പാരൻസും സുഹൃത്തുക്കളും സൗഹൃദങ്ങളും സ്കൂളുമൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ കഥകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അത് നിരന്തരം നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളവയെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മുടെ ചുറ്റുമുള്ള കഥകളെ കണ്ടെത്താനും അതിനെ തേടിപ്പിടിക്കാനും അതിനെ പുസ്തക രൂപത്തിലാക്കാനും കഴിയുക എന്നുള്ളത് പറയുന്നത് മറ്റൊരത്ഭുതമാണ്. ഇങ്ങനെ നിരന്തരമായ അത്ഭുതങ്ങളുടെ ജീവിതം നയിക്കുമ്പോഴാണ് അവർ ലൈഫ് ബിക്കംസ് എ ലെജൻഡറി ലൈഫ്. എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ആർ ഓർഡിനറി പീപ്പിൾ ഹു ഡിഡ് എവറിത്തിങ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി പാഷൻ എന്ന് പറയാറുണ്ട്.
നമ്മളൊക്കെ ഈ ഒരുപാട് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലീഷയായി പോയ ഒരു പദമുണ്ട്, നമ്മുടെ പാഷനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓരോ പാഷനൊക്കെ ഉണ്ട്. മ്യൂസിക്കാണ് പാഷൻ, എഴുത്താണ് പാഷൻ, വരയാണ് പാഷൻ. അതിനിങ്ങനെ വല്ലാതെ ക്ലീഷയാക്കാതെ ആർ യു ബിക്കം റിയലി സീരിയസ് വിത്ത് ഇറ്റ്? ഇപ്പോൾ എഴുത്തൊരു പാഷനാണെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി റിയലൈസ്ഡ്, ദാറ്റ് ഹാസ് ടു ബി ആക്ച്വലൈസ്ഡ്. അങ്ങനെ നമ്മുടെ പാഷനെ സ്വന്തമാക്കുമ്പോഴാണ്, അതിനുവേണ്ടി ജീവിതം കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് അതിനർത്ഥമുണ്ടാവുന്നത്. സോ ഇഫ് റൈറ്റിംഗ് ഹാസ് ബിക്കം എ പാഷൻ ഫോർ ചാരു, ഷീ റിയലൈസ്ഡ് ഇറ്റ്. ഷീ ഡിഡ്ന്റ് ടെൽ ദാറ്റ് ഈസ് മൈ പാഷൻ ആൻഡ് ഡിഡ്ന്റ് ഗ്ലാമറൈസ് ഓർ സെലിബ്രേറ്റഡ് ഇറ്റ്, ബട്ട് ഷീ റിയലൈസ്ഡ് ഇറ്റ്. നമ്മുടെ സ്വപ്നങ്ങളെയും പാഷനെയും ഒക്കെ യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ കഴിയുമ്പോൾ that becomes a miracle. That kind of miracle we always expect from everyone. So I think this is an occasion to become miracles. That is the inspiration Charu gives us. Everyone has that capacity and potential in one way or other. You may be a writer, you may be an artist, you may be excellent in studies, a good singer. What's your passion? What's your hidden talent? And how do you realize it? That is, എബ്രഹാം മാസ്ലോ ഒക്കെ പറയുന്ന ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഒരു ലെവലില്ലേ? വാട്ട് യു ആക്ച്വലൈസ്? വാട്ട് ഈസ് എ സെൽഫ് ആക്ച്വലൈസേഷൻ യു മേക്ക്? സോ ദിസ് ഈസ് എൻ ഒക്കേഷൻ ടു കൺഗ്രാറ്റുലേറ്റ് ചാരു. അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് എൻ ഇൻസ്പിറേഷൻ ഫോർ us. There is a difference between motivation and inspiration. Motivation is extrinsic and inspiration is intrinsic. It is easy to get motivated, but it is difficult to get inspired because it comes from within. And if you are inspired, things will automatically come out. So all the best and God bless you. Thank you very much.